ഓം ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദുതുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസന യാ വാഗ്വിഭവപ്രദാ ത്രിനയനാ സൗഭാഗ്യസമ്പൽക്കരി സാ മാം പാതു സരസ്വതീ ഭഗവതി വിശേഷജാഡ്യാപഹ. ഓം കാളാംബോദരകാന്തികാന്തമനിശം വീരാസനാദ്യാസിനം മുദ്രാം ജ്ഞാനമയീം ദധാനമപരം ഹസ്താംബുജം ജാനുനി സീതാം പാർശ്വഗതാം സരോരുഹകരാം വിദ്യുന്നിഭാം രാഘവം പശ്യന്തം മുകുടാംഗദാതിവിവിധാ കൽപ്പോജ്വലാംഗം ഭജേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര നതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. ഇന്ന് കർക്കിടകം 1. രാമായണ കാവ്യത്തിന്റെ മന്ത്രമധുരമായ ശീലുകൾ കേരളക്കരയുടെ അന്തരീക്ഷത്തിൽ സ്പന്ദിക്കുന്ന വിശിഷ്ട വേളകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദി കാവ്യമാണ് രാമായണം. ഭാരതത്തിന്റെ ഇതിഹാസ കാവ്യങ്ങളിലൊന്നാണ് രാമായണം. കവി ശ്രേഷ്ഠനായ വാൽമീകി മഹർഷിയാൽ വിരചിതമായി കാലാതിവർത്തിയായ സ്വാധീനത്തോടെ ഇന്നും ജനഹൃദയങ്ങളിൽ നിലകൊള്ളുന്ന വിശിഷ്ടമായ ഗ്രന്ഥമാണ് ഭാരതീയ ഇതിഹാസമായ രാമായണം. കുജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകിയെ ഒരു കുയിലിനോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഈ കുയില് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുക. കൂജന്തം രാമ ഇതി രാമ എന്ന് പൂജനം ചെയ്യുന്ന കുയിലാണ് വാൽമീകി എന്ന കുയിൽ. എപ്രകാരം മധുരം മധുരാക്ഷരം, മധുരതരമായ മന്ത്രാക്ഷരങ്ങൾ കൊണ്ടാണ് ഈ രാമനാമ പൂജനം നിർവഹിക്കുന്നത്. അതോ ആരുഹ്യ കവിതാശാഖാം, സാഹിത്യമാകുന്ന വൃക്ഷത്തിന്റെ കവിതയാകുന്ന ശിഖരത്തിൽ ഇരുന്നു കൊണ്ടാണ് വാൽമീകിയാകുന്ന കുയിൽ ഈ പൂജനം നിർവഹിക്കുന്നത്. അങ്ങനെയുള്ള വാൽമീകിയാകുന്ന കുയിലിനെ വന്ദിക്കുന്നു. വന്ദേ വാൽമീകി കോകിലം. ആദികവിയായ വാൽമീകി മഹർഷിയെ വന്ദിച്ചുകൊണ്ട് രാമായണ ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വാൽമീകി വിരചിതമായ രാമായണം ഇന്ന് ലോകമെമ്പാടും പ്രശസ്തി നേടിക്കൊണ്ട് നിരവധിയായ ആഖ്യാന ഭേദങ്ങളോടുകൂടി പ്രചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വാൽമീകി രാമായണ രചന നിർവഹിച്ച് ലോകത്തിനു മുന്നിൽ അത് അവതരിപ്പിക്കുന്ന വേളയില് സാക്ഷാൽ ബ്രഹ്മദേവന്റെ അനുഗ്രഹത്തിനായി സമീപിച്ചു എന്നൊരു കഥയുണ്ട്. അപ്പോൾ ബ്രഹ്മാവ് വാൽമീകി മഹർഷിയെ അനുഗ്രഹിച്ചു. വാൽമീകി വിരചിതമായ രാമായണ കാവ്യത്തെ അനുഗ്രഹിച്ചു. ഈ രാമകഥ എന്നും നിലനിൽക്കട്ടെ എന്നായിരുന്നു ബ്രഹ്മാവിന്റെ അനുഗ്രഹം. യാവത് സ്ഥാസ്യന്തി ഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി. എത്രകാലം ഈ ലോകത്ത് പർവ്വതങ്ങളും സമുദ്രങ്ങളും ഉണ്ടായിരിക്കുന്നു, അത്രകാലം ഈ രാമകഥ ലോകത്ത് പ്രചരിക്കും എന്ന് ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചു. മാതൃകാ പുരുഷോത്തമനായ മനുഷ്യന്റെ
കഥ ലോകത്തിന് സമ്മാനിച്ചുകൊണ്ട് ലോകത്തെ ഉദാത്തമായ മൂല്യങ്ങളിലേക്ക്, ഉത്കൃഷ്ടമായ മാതൃകയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഉയർത്താനുള്ള ശ്രമമാണ് വാൽമീകി ഈ രാമായണ രചനയിലൂടെ നിർവഹിച്ചത്. രാമായണത്തിലെ കഥാനായകൻ ശ്രീരാമനാണ്. ആ രാമന്റെ നാമം ഏറ്റവും പുണ്യമാണ്. രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിരു എന്ന് വാൽമീകി മഹർഷി തന്നെ രാമായണ കഥയിലെ കഥാപാത്രമായി കടന്നു എന്ന് പറയുന്നത് തുഞ്ചത്താചാര്യന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടില് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ രാമനാമത്തിന്റെ മന്ത്രമഹത്വമാണ് വിളംബരം ചെയ്യപ്പെടുന്നത്. ആ രാമ എന്ന മന്ത്രാക്ഷരങ്ങളാണ് കാട്ടാളനെ കവിയാക്കി മാറ്റിയത്. കാട്ടാളത്വത്തിൽ നിന്ന് നമ്മളെയും കവിത്വത്തിലേക്ക് ഉയർത്താൻ പോകുന്ന ആ രാമനാമമാകുന്ന മന്ത്രാക്ഷരം താരക മന്ത്രമാണ് തരണം ചെയ്യിക്കുന്നത്. സംസാര സാഗരത്തെ തരണം ചെയ്യിക്കാൻ പോന്ന രാമമന്ത്രത്തിന്റെ മന്ത്രസ്പന്ദനങ്ങൾ നമ്മളെ ഏവരെയും രക്ഷിക്കുമാറാകട്ടെ. ആ രാമനാമത്തിന്റെയും രാമായണ വൈശിഷ്ട്യത്തിന്റെയും തോണി കയറി പ്രതിസന്ധികളെ അതിജീവിക്കാൻ സീതാപതിയായ ശ്രീരാമചന്ദ്രസ്വാമി, ലക്ഷ്മണാഗ്രജനായ ശ്രീരാമചന്ദ്രസ്വാമി, ഹനുമൽ സേവിതനായ ശ്രീരാമചന്ദ്രസ്വാമി നമുക്കേവർക്കും കരുത്തു നൽകട്ടെ. വരുന്ന ആളുകളില് രാമായണ ചിന്തകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഹരേ രാമ.